ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോൾ പമ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു സെൻസിബിൾ ഇ വി നോക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ടാറ്റ ടിയാഗോ ഇ വിയുടെ എക്സ്ട്രീം മീഡിയം റേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ട്രിക്ട്ലി 10 ലക്ഷം രൂപയ്ക്ക് അകത്തൊരു ഇ വി വേണം, അതൊരു ഡെയിലി കമ്മ്യൂട്ടിംഗ് പർപ്പസിനാണ്, നിങ്ങൾക്ക് അധികം ലോങ് ഒന്നും പോവണ്ട. ഓൾസോ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി കാറായിട്ടൊക്കെയാണ് ഒരു ഇ വി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോ ഇവിയുടെ എക്സ്ട്രീം മീഡിയം റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കേരളത്തിൽ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9.7 lakhs ആണ്. ഇപ്പോൾ കൺസ്യൂമർ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അറൗണ്ട് ഒരു 9.5 ലക്ഷത്തിന് താഴെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ എടുത്തേക്കുന്ന വാഹനമാണ്. നമ്മൾ സെലേറിയോ AMD എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഇ വി അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഇതിൻ്റെ ഒരു പ്രോപ്പർ യൂസർ എക്സ്പീരിയൻസ് അധികം വൈകാതെ തന്നെ നമുക്ക് ചെയ്യാം. കാര്യം ഇപ്പോൾ വണ്ടി എടുത്തിട്ട് അറൗണ്ട് 400 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിച്ചിട്ടുള്ളൂ, ലോങ് ഒന്നും പോയിട്ടില്ല. ഓൾസോ ഇന്ന് വൈകിട്ട് നമ്മൾ ഈ വാഹനത്തിലൊരു ലോങ് ഡ്രൈവ് പോകുന്നുണ്ട്. അപ്പോൾ ആ ലോങ് ഡ്രൈവ് പോകുന്നതിൻ്റെ വിശേഷങ്ങളും ഇത്തരത്തിലൊരു മീഡിയം റേഞ്ച് അല്ലെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് കാറിൽ ലോങ് പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എല്ലാം കൂടി ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡായിട്ടും വീഡിയോയുടെ ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും ഇ വി എടുക്കാനായ കാരണവും അതുപോലെ ഇ വി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആർക്കൊക്കെ ആയിരിക്കും ഇ വി സ്യൂട്ട് ആവുന്നതെന്നുള്ളതും അതെല്ലാം കൂടെ നമുക്കൊരു സെപ്പറേറ്റ് എക്സ്പീരിയൻസ്, ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ നമ്മുടെ വാക്ക് അറൗണ്ട് പ്ലസ് ഡ്രൈവ് ഇംപ്രഷൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം പറയാം, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് ബഡ്ജറ്റ് ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം മീഡിയം റേഞ്ചിലേക്ക് പോയാൽ മതി. അല്ലാത്ത പക്ഷം ലോങ് റേഞ്ച് തന്നെയാണ് ബെറ്റർ. ഇ വി എടുക്കുന്ന ഒരാൾക്ക് ഒരു സിംഗിൾ കാർ ഉള്ളൊരു ഗ്യാരേജ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്തരത്തിലൊരു മീഡിയം റേഞ്ച് ഉള്ളൊരു ഇ വി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരിക്കലും ടിയാഗോയോ അല്ലെങ്കിൽ ടിഗറോ ആ ഒരു സിംഗിൾ കാർ ഗ്യാരേജിലോട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. ഒരു സിംഗിൾ ഇ വി മാത്രമുള്ളൊരു ഗ്യാരേജ് ആണ് നിങ്ങളുടേതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം മിനിമം ഒരു നെക്സോൺ എങ്കിലും എടുക്കുക, അല്ലെങ്കിൽ MG ZS ആണെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഒരു വാഹനത്തിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം കാര്യം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കിപ്പം ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വരികയാണ്. അപ്പോൾ വണ്ടിയിൽ റേഞ്ച്, അതായത് നമ്മൾ രാവിലത്തെയും വൈകിട്ടത്തെ യൂസ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് നിൽക്കുക ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മുടെ കയ്യെത്തും ദൂരത്ത് പരിചയക്കാർക്കൊന്നും വണ്ടി എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മീഡിയം റേഞ്ച് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. കാര്യം ഇത് ഓൾവേസ് നമ്മുടെ വീട്ടിലെ സെക്കൻഡറി കാർ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡറി ആയിട്ട് എടുത്ത വാഹനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് പെട്ടെന്ന് പോകണം, ധൃതിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോകാൻ നമുക്കൊരു ഡീസൽ വാഹനം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് ഇത്തരത്തിൽ മീഡിയം റേഞ്ച് വാഹനം എടുക്കാൻ പറ്റിയത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഒരു സിംഗിൾ കാറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതൊരു ഇ വി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ലോങ് റേഞ്ച് അല്ലെങ്കിൽ ടിഗറെങ്കിലും എടുക്കുക. ഒരിക്കലും മീഡിയം റേഞ്ച് മാത്രം എടുത്തിട്ട് അവർ ഗ്യാരേജ് അപ്ഡേറ്റ് ചെയ്തത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും കിട്ടുന്നൊരു വാഹനം നിങ്ങളുടെ പക്കലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ അത്തരത്തിലൊരു വാഹനം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത്തരത്തിലൊരു മീഡിയം റേഞ്ച് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് വാഹനങ്ങൾ, അല്ലെങ്കിൽ കമ്പനി ഒരു 300 കിലോമീറ്ററൊക്കെ റേഞ്ച് പറയുന്ന വാഹനം എടുക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സോ നമുക്ക് ആദ്യം തന്നെ ടിയാഗോ ഇ വിയെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇ വി ഇൻഡസ്ട്രിയിൽ ഒരു നാഴികക്കല്ലായി മാറിയൊരു വാഹനമാണ് ടാറ്റ ടിയാഗോ ഇ വി എന്ന് പറയുന്നത്. കാരണം അതിനു മുന്നേ വരെ നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു ഇ വി എടുക്കാനില്ലാത്ത സാഹചര്യമായിരുന്നു. കാര്യം ഏറ്റവും വില കുറഞ്ഞത് ടിഗർ ഇ വി ആയിരുന്നു, അതിന് 10-12 ലക്ഷം രൂപയ്ക്ക് മേളിൽ പ്രൈസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവർ ഒരു കോമ്പാക്ട് കാർ, ഒരു പെർഫെക്റ്റ് സിറ്റി കാറായിട്ടുള്ളൊരു കാറ് ഇ വി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതൊരിക്കലും ഒരു ബോൺ ഇ വി അല്ല. അവസാനമായിട്ട് ഈ പറഞ്ഞ ടാറ്റയുടെ ഇ വി ഫ്ലീറ്റിൽ അവസാനമായിട്ട് ഒരു IC എഞ്ചിനുള്ള കാർ മോഡിഫൈ ചെയ്ത് വന്ന കാറാണ് ഈ പറയുന്ന ടിയാഗോ ഇ വി. അതിനുശേഷം വന്ന പഞ്ച് ഒരു ബോൺ ഇലക്ട്രിക് ആയിരുന്നു. സോ അത്തരത്തിൽ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി കാറ് ഒരു ഇ വി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതും അധികം പ്രാക്ടിക്കാലിറ്റികളൊന്നും നഷ്ടപ്പെടാതെയാണ് അവർ ഈ ഒരു ഇ വി ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ റെക്കോർഡ് നമ്പർ ഓഫ് ബുക്കിംഗ്സ് ആയിരുന്നു. ഇപ്പോഴും നമ്മൾ റോഡിൽ നോക്കുന്ന സമയത്ത് പ്ലെൻറ്റി ഓഫ് കാഴ്സ് നമുക്ക് ടാറ്റ ടിയാഗോ ഇ വി കാണാൻ പറ്റുന്നുണ്ട്. സോ ടാറ്റയുടെ ഒരു സക്സസ്ഫുൾ ഇ വി ആയിട്ട് തന്നെ നമുക്ക് ടിയാഗോയെ പറയാൻ സാധിക്കും. ടാറ്റ ടിയാഗോ ഇ വി നമുക്ക് 2 റേഞ്ച് ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു മീഡിയം റേഞ്ച്, ഈ കാണുന്നത് മീഡിയം റേഞ്ചാണ്, പിന്നീട് ഒരു ലോങ് റേഞ്ചും. മീഡിയം റേഞ്ചിൽ 19.2 kWh ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് വരുന്നത്. വേറെ നമുക്ക് ലോങ് റേഞ്ചിൽ അത് 24 kWh ബാറ്ററി പാക്കാണ്. സോ അത്രയും ഡിഫറൻസ് ഉണ്ട്. ബാറ്ററി പാക്കിൽ ഡിഫറൻസ് വരുമ്പോൾ എന്തായാലും റേഞ്ചിൽ ഡിഫറൻസ് വരും. നമുക്ക് മീഡിയം റേഞ്ചിൽ കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആണ്. ARAI സർട്ടിഫൈഡ് റേഞ്ചാണ്. വേറെ ലോങ് റേഞ്ചിൽ നമുക്ക് അറൗണ്ട് 315 കമ്പനി ഓഫർ ചെയ്യുന്നത്. കമ്പനി 250-315 ഒക്കെ പറയുമെങ്കിൽ ഒരിക്കലും ആ ഒരു ഫിഗേഴ്സിനടുത്തേക്ക് നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. ഇപ്പോൾ ഈ കാറിൻ്റെ കാര്യത്തിൽ നമ്മൾ AC ഇടയ്ക്ക് ഓണും ഓഫ് ആക്കി, അതുപോലെ
അപ്രോപ്രിയേറ്റ് ആയിട്ട് റീജിയൻ മോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടുകയാണെങ്കിൽ അറൗണ്ട് ഒരു 200 നമുക്ക് റേഞ്ച് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ലോങ് റേഞ്ചിൽ 315 കമ്പനി പറയുന്നെങ്കിലും 220 മുതൽ ഒരു 270 വരെയൊക്കെ പലരും കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു പെർഫെക്റ്റ് റേഞ്ച് ടെസ്റ്റ് അധികം വൈകാതെ തന്നെ സിറ്റിയിലും ആസ് വെൽ ആസ് ഹൈവേയിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അത് ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ എത്രയാണ് നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം, പിൻ ചെയ്ത് വെച്ചേക്കാം. സോ റേഞ്ചിൻ്റെ കാര്യത്തിൽ അത്രയൊക്കെയാണ്. ബാറ്ററിയും റേഞ്ചിലും മാത്രമല്ല മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് തമ്മിൽ ഡിഫറൻസ് വരുന്നത്. മോട്ടറിൻ്റെ പവർ ഔട്ട്പുട്ടിലും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ മീഡിയം റേഞ്ച് അറൗണ്ട് 60 BHP ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ നമുക്ക് ലോങ് റേഞ്ചിൽ ഐ തിങ്ക് 74 BHP അറൗണ്ട് 14 BHPക്ക് മേളിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ 2 എണ്ണം ടോർക്കിൻ്റെയും ഇതിൽ 112ഉം അതിൽ 114 എണ്ണം ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലോങ് റേഞ്ചും മീഡിയം റേഞ്ചും തമ്മിൽ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ബാറ്ററിയിൽ വ്യത്യാസമുണ്ട്, റേഞ്ചിൽ വ്യത്യാസമുണ്ട്, പവറിൽ വ്യത്യാസമുണ്ട്, ടോർക്കിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ പറയുന്ന മീഡിയം റേഞ്ച് ബേസ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. XC വേരിയൻറ്റിലും XT വേരിയൻറ്റിലും നമുക്ക് മീഡിയം റേഞ്ച് അവൈലബിൾ ആണ്. ലോങ് റേഞ്ച് നമുക്ക് XT വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാറ്റ ടിയാഗോ EV ഇറങ്ങുന്ന സമയത്ത് XC മീഡിയം റേഞ്ച് ബേസ് വേരിയൻറ്റിന് അറൗണ്ട് 9.7 lakhs ഉണ്ടായിരുന്നു. ഇപ്പം വണ്ടിക്ക് വില കുറഞ്ഞിട്ടാണ് ഈ പറയുന്ന ആ സെയിം പ്രൈസിൽ നമുക്ക് സെക്കൻഡ് വേരിയൻറ്റ് കിട്ടുന്നത്. നിങ്ങൾ മീഡിയം റേഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും XC എടുക്കരുത്. കുറച്ച് എങ്ങനെയും പൈസ ഇട്ടിട്ട് XT എടുക്കുക. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് എടുക്കാൻ പറ്റും. 1 ലക്ഷം രൂപ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾ ലോങ് റേഞ്ചിലേക്ക് തന്നെ പോവുക. ഇപ്പം നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ബഡ്ജറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മീഡിയം റേഞ്ച് EV പ്രിഫർ ചെയ്തത്. അല്ലാത്ത പക്ഷം നമ്മൾ ലോങ് റേഞ്ചിലേക്ക് പോവുകയുള്ളായിരുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് അത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ടാറ്റ ടിയാഗോ EV XTയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നതെന്ന് ഓടിച്ചിട്ട് നോക്കാം. അതിനുശേഷം ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം. ഈ കാണുന്നതാണ് ടാറ്റ ടിയാഗോ EVയുടെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം മെൻഷൻ ചെയ്യണം. നമുക്ക് ടാറ്റ ടിയാഗോ EVയുടെ XT വേരിയൻറ്റിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. വേറെ ബേസ് ആയിട്ടുള്ള XC വേരിയൻറ്റിൽ വൈറ്റ് കളർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഈ പറയുന്ന ഹുഡ് അല്ലെങ്കിൽ മോട്ടർ ബേ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹുഡ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹെവിയർ ആണ്. ഓൾവേസ് ടാറ്റയും മഹീന്ദ്രയും കാറുകളുടെ ഹുഡ് ഹെവി ആയിരിക്കും. EV ആയതുകൊണ്ട് തന്നെ ഇൻസുലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു മോട്ടർ ബേ എന്ന് പറയുന്നത്. എഞ്ചിൻ ബേ എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. EVയുടെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും അതുപോലെ മോട്ടറും നമ്മുടെ സെക്കൻഡറി ബാറ്ററി എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മോട്ടർ ബേ ആണ്. നമുക്ക് തൽക്കാലം ഹുഡ് ക്ലോസ് ചെയ്യാം. പിന്നീട് ഹെഡ് ലാംപ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ വേരിയൻറ്റിൽ നോർമൽ കൺവെൻഷണൽ ഹാലജൻ ലാംപ്സ് ആണ് വരുന്നത്. പ്രൊജക്ടർ LED ഒക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. എല്ലാ ലൈറ്റുകളും നമുക്ക് ഹാലജൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു പോർഷനിൽ തുടങ്ങി വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഇലക്ട്രിഫൈങ് ബ്ലൂ കളർ ബോഡി ലൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ വളരെ മോശമാണ്. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പാനൽസ് മിസലൈൻ ചെയ്തിട്ടുണ്ട്. ഓൾവേസ് ടാറ്റയിലും മഹീന്ദ്രയിലും നമുക്കിതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ദെൻ സെൻട്രലായിട്ട് വരുമ്പോൾ ആ ഒരു ടാറ്റയുടെ പുതിയ 2D ലോഗോ കാണാൻ പറ്റും. ഇത് ചില ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചില ആസ്പെക്റ്റിൽ കുറച്ച് വിയേർഡായിട്ടും തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു EV സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗ്രില്ല് കാണാൻ പറ്റും. എനിക്ക് നോർമൽ ടിയാഗോ അല്ലെങ്കിൽ IC എഞ്ചിനുള്ള ടിയാഗോയും EVയും തമ്മിലുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് EV ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു ഗ്രില്ലെന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു ട്രൈസ്റ്റാർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് .EVയുടെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അതും ഒരു ഇലക്ട്രിഫൈങ് ബ്ലൂ കളറിലാണ് കൊടുത്തേക്കുന്നത്. ദെൻ ഈ വേരിയൻറ്റിൽ നമുക്ക് DRLും അതുപോലെ തന്നെ ഫോഗ് ലാമ്പും വരുന്നില്ല. സെൻട്രലായിട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു റേഡിയേറ്ററിൻ്റെ ഫാനിന് വേണ്ടിയുള്ള ആ ഒരു എയർ വെൻറ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അവിടെയും ടാറ്റയുടെ ആ ഒരു ട്രൈസ്റ്റാർ ട്രീറ്റ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഈ ഒരു ബമ്പറിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സ്പോയിലർ ലൈക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. കാര്യം ഇത് കാണാൻ വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് ഫീൽ അല്ലെങ്കിൽ ഒരു സ്പോർട്ടിയ ഫീൽ നൽകുന്നുണ്ട്. ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ലുക്ക് ഈ ഒരു സിമ്പിൾ സ്ട്രക്ചർ കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ ലഭിക്കുന്നുണ്ട്. സോ ഇതാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളേർഡായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കവർ ചെയ്തിട്ടുള്ള ORVMs ആണ് വരുന്നത്. അതിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫോൾഡിംഗ് ഫംഗ്ഷൻ ഈ ഒരു മിററിൽ വരുന്നില്ല. അതുപോലെ ഫെൻഡറിലായിട്ട് ഒരു .EVയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. ടയേഴ്സിലോട്ട് വരുമ്പോൾ 175/65 R14 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വീൽ ക്യാപ്പ് അവൈലബിൾ ആണ്. ടിയാഗോ EVയുടെ എല്ലാ വേരിയൻസിലും നമുക്ക് സ്റ്റീൽ റിംസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഹയർ ട്രിംസിൽ നമുക്ക് ആ ഒരു അലോയ് വീൽ പോലെ ഫീൽ ചെയ്യുന്ന വീൽ ക്യാപ്പ് കിട്ടുന്നതേ ഉള്ളൂ. എല്ലാ വീലുകളും സ്റ്റീൽ വീൽ തന്നെയാണ്. പിന്നെ A പില്ലറും B പില്ലറും C പില്ലറും എല്ലാം ബോഡി കളർഡ് ആണ്. സോ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഫ്ലോട്ടിംഗ് റൂഫ് അപ്പിയറൻസ് നൽകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ഉണ്ട്. അതിൽ കീ ഇടാനുള്ള പ്രൊവിഷൻ കാണാൻ പറ്റും. മുകളിലായിട്ട് ഒരു ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിയാഗോ EVയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ സെയിം ടയേഴ്സ് ആൻഡ് വീൽസ് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്സ് വരുന്നുള്ളൂ. റിയറിൽ ഡ്രമ്മാണ്. ദെൻ റിയറിലോട്ട് വരുമ്പോൾ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്പോയിലർ ലൈക്ക് അല്ലെങ്കിൽ ഒരു ഫിൻ ലൈക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്.
ദെൻ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് LED കാണാൻ പറ്റും. റിയർ വൈപ്പറും വാഷറും ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. സെൻട്രലായിട്ട് ടാറ്റയുടെ ഒരു 2D ലോഗോ ഉണ്ട്. Tiago.EVയുടെ ആ ഒരു ബാഡ്ജിങ് കാണാം. അത് ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഡീക്രോം ചെയ്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയമാണ്. പിന്നെ കീ ഇടാനുള്ള പ്രൊവിഷനും ഇവിടെ ചെറുതായിട്ടൊരു പീസ് വരുന്നുണ്ട്. നമുക്ക് ഹയർ ട്രിംസിൽ ഇവിടെ ആ ഒരു റിക്വസ്റ്റ് സെൻസർ കിട്ടും. ബട്ട് ഇവിടെ നമുക്കത് ആബ്സെൻ്റ് ആണ്. പിന്നെ ഈ ബൂട്ടിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ ബൂട്ട് തുറക്കണമെങ്കിൽ ഒന്നെങ്കിൽ കീ ഇട്ട് തുറക്കണം, അല്ലാത്ത പക്ഷം ഈ കാണുന്ന ഈ ഒരു ലിവർ പുള്ളി ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന ബൂട്ട് ആക്സസ് ചെയ്യാൻ. ബൂട്ടിൻ്റെ ലിഡ് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. വളരെ സ്മൂത്തായിട്ടാണ് ആ ഒരു ബൂട്ട് ലിഫ്റ്റ് ആവുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പാർഷ്യൽ ഷെൽഫ് വരുന്നില്ല. അതുപോലെ 60/40 സ്പ്ലിറ്റിംഗ് സീറ്റുകളും ഇല്ല. ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു പോർട്ടബിൾ ചാർജർ, ആ ഒരു 3.3 കിലോവാട്ടിൻ്റെ പോർട്ടബിൾ ചാർജർ എന്ന് പറയുന്നത്. അതുപോലെ ഈ വാഹനത്തിൽ നമുക്ക് സ്പെയർ വീൽ വരുന്നില്ല. പകരം ഒരു ടയർ പഞ്ചർ കിറ്റ് അല്ലെങ്കിൽ ടയർ മൊബിലിറ്റി കിറ്റാണ് വരുന്നത്. ദെൻ ഈ കാണുന്ന ഫ്ലാപ്പിനടിയിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് അവിടെ ആയതുകൊണ്ടാണ് ഈ വാഹനത്തിൽ സ്പെയർ വീൽ ഇല്ലാത്തത്. പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹൂക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാബിൻ ലാമ്പിൻ്റെ പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ ക്യാബിൻ ലാമ്പ് വരുന്നില്ല. പിന്നിലെ വിശേഷം ഇത്രയൊക്കെയാണ്. ബൂട്ട് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിംഗ് പർപ്പസിന് വലിയ കുഴപ്പമില്ല. പക്ഷേ ലോങ് പോകുമ്പോൾ ലഗേജ് വെക്കാൻ ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. ദെൻ ബമ്പേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. അത് ബോഡി കളേർഡാണ് വരുന്നത്. ടെയിൽ ലാംപ്സ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഹാലജൻ ലാംപ്സ് ആണ് വരുന്നത്. എല്ലാ ലൈറ്റുകളും ഹാലജൻ ആണ്. നമുക്ക് LED ടെയിൽ ലാംപ്സ് അവൈലബിൾ അല്ല. അതുപോലെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ചെറിയ സ്പോയിലർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് റിയർ ബമ്പേഴ്സിൽ കാണാൻ പറ്റും. അത് കാണാൻ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടിയർ ഫീലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടാറ്റ ടിയാഗോ EVയുടെ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ നോർമൽ ടിയാഗോ പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു Tiago.EVയുടെ ബാഡ്ജിങ് ഡീക്രോം ചെയ്തതുപോലെ കൊടുത്തത് ഒരു ക്ലാസിക് ഫീൽ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് റിയർ സീറ്റുകളിലേക്ക് കയറാം. ഈ കാണുന്നതാണ് നമ്മുടെ റിയർ ഡോർ പാഡ് എന്ന് പറയുന്നത്. ഒരു ഡ്യുവൽ കളറാണ്. മുകളിലൊരു ബ്ലാക്കും താഴെ ഒരു വൈറ്റും. ഈ താഴെ വൈറ്റ് കൊടുത്തത് ലോങ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ. നേരെ തിരിച്ചായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കാല് തട്ടുന്ന സൈഡെല്ലാം വൈറ്റ് കളറാണ്. അത് പ്യുവർ വൈറ്റ് കളറാണ് വരുന്നത്. സോ അഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇൻസൈഡ് ഡോർ ഹാൻഡിൽ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. ടോപ്പ് എൻഡിൽ മാത്രമേ ക്രോം ഫിനിഷ്ഡ് വരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന ഒരു ട്വീറ്ററിൻ്റെ പ്രൊവിഷനാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് ട്വീറ്റർ വരുന്നില്ല. 4 സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ. പവർ വിൻഡോയുടെ കൺട്രോൾസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ലാർജായിട്ടൊരു ഡോർ പോക്കറ്റ് വരുന്നുണ്ട്. സ്പീക്കർ പ്ലേസ്മെൻറ്റും കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ടാറ്റ ടിയാഗോ EVയുടെ റിയർ സീറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് 3 നമുക്ക് വരുന്നുണ്ട്. സോ സെൻറ്ററിലും പ്രോപ്പർ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗണ്ട് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല. 2 മുഴ പോലിരിക്കുന്ന 2 കുട്ടി ഹെഡ് റെസ്റ്റുകളെ വരുന്നുള്ളൂ. ആംറെസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ല. റിയർ AC വെൻറ്റുകളും വരുന്നില്ല. ടിയാഗോ EVയുടെ റിയർ സീറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ സീറ്റുകൾ ഇത്തരത്തിൽ കമിഴ്ത്തി വെക്കാൻ പറ്റും. സോ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് സീറ്റ് മടക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ഇതിനടിയിലായിട്ടാണ് കേട്ടോ നമ്മുടെ ബാറ്ററി പാക്ക് വരുന്നത്. നമുക്ക് റിയർ സീറ്റിലോട്ട് കയറാം. നമുക്ക് ടാറ്റ ടിയാഗോ EVയിൽ ലോവർ ട്രിംസിൽ ഇത്തരത്തിലൊരു ഫാബ്രിക് സീറ്റാണ് വരുന്നത്. അതിൽ ഒരു ട്രൈസ്റ്റാർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് കേട്ടോ. മെറ്റീരിയൽസൊക്കെ അത്യാവശ്യം കുഷനിങ്ങൊക്കെ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇരുത്തത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. 3 പേർക്ക് കംഫർട്ടബിളായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. 2 പേർക്കും ഒരു കൊച്ചു കുഞ്ഞിന് നടുക്കിരിക്കാം. സെൻറ്ററിലെ ഹമ്പും അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് അണ്ടർത്തി സപ്പോർട്ടും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ദെൻ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് സീറ്റുകൾ ചെറിയ രീതിയിൽ സ്കൂപ്ഡ് ഔട്ട് ആണ്. ഈ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് എടുക്കുകയാണ്. എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ്ലി ബാക്കാണ്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടാൽ ഇതാണ് ലെഗ് സ്പേസ്. ഇതൊരു നോർമൽ പൊസിഷനാണ്. സോ അവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാണാൻ പറ്റും. സീറ്റിൻ്റെ റിക്ലൈൻ ആംഗിളൊക്കെ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഈ പറയുന്ന ഹെഡ് റെസ്റ്റിൻ്റെ പൊസിഷനിങ് കുറച്ച് വിയേർഡാണ്. ഇത് കുറച്ച് ലോവർ ആയതുകൊണ്ട് നമുക്ക് തല ചാരുമ്പോൾ ഇങ്ങനെ തല മേളിലോട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് ചാരിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു എർഗണോമിക് വൈസ് ഒരു പ്രശ്നമുണ്ട്. റിക്ലൈൻ ആംഗിളൊക്കെ നല്ലതാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഈ ഒരു ഹെഡ് റെസ്റ്റ് മാത്രമാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അണ്ടർത്തെ സപ്പോർട്ടും വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം ഈ സീറ്റ് ഇത്രയും പിന്നിലേക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് കാല് നീട്ടി വെക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാം. അണ്ടർത്തെ സപ്പോർട്ടൊക്കെ സെഗ്മെൻറ്റ് വൈസ് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത്ര സുപ്രീംലി ബെസ്റ്റ് ഒന്നുമല്ല. ദെൻ സെൻട്രലായിട്ടൊരു ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. അതൊരു LED ക്യാബിൻ ലാമ്പാണ് വരുന്നത്. ഒരു സിംഗിൾ ക്യാബിൻ ലാമ്പ് വരുന്നുള്ളൂ. പിന്നെ സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് ബെൽറ്റുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി വാഹനത്തിന് മുന്നിലേക്കെല്ലാം. ഈ കാണുന്നതാണ് ടാറ്റ ടിയാഗോ EVയുടെ ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് കോക്പിറ്റ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള
ഡാഷ്ബോർഡാണ് പണ്ട് മുതലേ ടിയാഗോയ്ക്ക് വരുന്നത്. EV വന്നപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ. ഇനി നമുക്ക് വാഹനത്തിന് മുന്നിലേക്ക് ചെന്നിട്ട് ഫ്രണ്ടിലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സോ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് ഡോറിലോട്ട് വരുമ്പോൾ നമ്മൾ പിന്നിൽ കണ്ടതുപോലെ തന്നെ സെയിം പാറ്റേൺസ് കാണാൻ പറ്റും. ആ ഒരു ബ്ലാക്ക് പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് എവിടെയും വരുന്നില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ അത് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ദെൻ ORMസിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ നമുക്ക് ഫോൾഡിംഗ് ഫംഗ്ഷൻ വരുന്നില്ല. പവർ വിൻഡോ കൺട്രോൾസ് കാണാം. ഓട്ടോ അപ്പ് ഓട്ടോ ഡൗൺ ഫീച്ചറൊന്നും ഒരു വിൻഡോയിൽ നമുക്ക് വരുന്നില്ല. അത്യാവശ്യം ലാർജ് ആയിട്ടുള്ളൊരു ഡോ പോക്കറ്റ് ഉണ്ട്, സ്പീക്കർ പ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ചാർജറിൻ്റെ ലെഡും അതുപോലെ ബൂട്ടും ഓപ്പൺ ചെയ്യാനുള്ള ലാച്ച് വരുന്നത്. ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. റിയറിൽ അത് ആബ്സെൻ്റ് ആണ്. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സിറ്റിംഗ് ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം എൻ്റെ സൈസിന് അത്യാവശ്യം ബോൾസ്റ്ററിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. നല്ല അണ്ടർ തൈ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ എർഗണോമിക്സ് വൈസ് നമുക്ക് പ്രോപ്പറായിട്ട് ഡെഡ് പെഡലും വരുന്നുണ്ട്. സോ ലോങ് ഡ്രൈവിൽ കാലിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലാച്ച് കാണാൻ പറ്റും. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വണ്ടി ഓൺ ചെയ്യാം. ഫസ്റ്റ് നല്ല ചൂടുണ്ട്. സോ AC ഇടാം. AC അത്യാവശ്യം വോക്കലാട്ടോ. നമുക്ക് EVയും കൂടെ ആയതുകൊണ്ട് മറ്റ് സൗണ്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് AC അത്യാവശ്യം വോക്കലാണ്. ഈ കാണുന്നതാണ് ടാറ്റ ടിയാഗോയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ഒരു പോർഷനിലായിട്ട് ചാർജ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഈ കാണുന്നത് റീജൻ മോഡുകളാണ്. 1, 2, 3 അങ്ങനെ മൂന്നല്ല, മൊത്തത്തിൽ 4 റീജൻ മോഡുണ്ട്. നമുക്ക് റീജൻ ഓഫ് ചെയ്ത് വെക്കാം. സോ റീജൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ആണ് മേളിൽ കാണുന്നത്. ദെൻ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഡ്രൈവിൻ്റെ റീജൻ്റെയും നമുക്ക് RPMന് പകരമുള്ള ആ ഒരു ഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ സെൻട്രലായിട്ടൊരു മോണോക്രോം MID ആണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു MIDയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അറിയാം, ടൈം അറിയാം, 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. സെൻട്രലായിട്ട് ബാറ്ററി സ്റ്റാറ്റസ് അറിയാം, റേഞ്ച് അറിയാൻ പറ്റും. ഇപ്പോൾ 81% ചാർജിൽ വിത്ത് AC നമുക്ക് റേഞ്ച് 160 ആണ് കാണിക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്. പിന്നെ ലെഫ്റ്റിൽ നമുക്ക് ആ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. താഴായിട്ട് ആ AC എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എഫിഷ്യൻസിയാണ്. അപ്പോൾ അത് എത്ര എഫിഷ്യൻസിയിലാണ് നമുക്ക് ഈ ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയെന്നുള്ളത് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വാണിംഗ് ഉണ്ട്. ITPMS വരുന്നുണ്ട്. ദെൻ സീറ്റ് ബെൽറ്റ് വാണിംഗ് ഉണ്ട്. ഏതെങ്കിലും ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാണിംഗ് നമുക്ക് ഈ ഒരു MIDയിൽ കാണാൻ പറ്റും. അത്യാവശ്യം ഫംഗ്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു MID ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഇതിൽ കണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇച്ചിരി വലുതാക്കി കൊടുത്തൊന്ന് ക്രാംഡ് ആക്കി വെച്ചേക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ ഇത്രയും ഫംഗ്ഷൻസ് വരുന്നുണ്ട്, നമുക്കത് തൽക്കാലം നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് ചുറ്റുമായിട്ടും ആ ഒരു ഇലക്ട്രിഫൈങ് ബ്ലൂ കളറിൻ്റെ ഒരു ലൈനിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് സ്റ്റിയറിംഗ് വീലോട്ട് വരുമ്പോൾ നമുക്ക് ഓഡിയോ കൺട്രോൾസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. ക്രൂസ് കൺട്രോൾ നമുക്ക് വരുന്നില്ല. സെൻട്രലായിട്ട് ടാറ്റയുടെ ഒരു പുതിയ 2D ലോഗോ നമുക്ക് കാണാൻ പറ്റും. ലെതർ റാപ്പിംഗ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു സ്റ്റിയറിംഗ് ഫീലാണ്. പിടിക്കാനൊക്കെ ഒരു പെർഫെക്റ്റ് സൈസ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. തം കോണ്ടേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. സോ പിടിക്കാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം വരുന്നുണ്ട്. ടെലസ്കോപ്പിക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസും ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പർ കൺട്രോൾസും ഉണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഓട്ടോമാറ്റിക് വൈപ്പർ നമുക്ക് ഈ ഒരു വേരിയൻറ്റിലില്ല. ഈ വാഹനത്തിൻ്റെ പല പോർഷൻസിലും നമുക്ക് ഈ ഒരു ഇലക്ട്രിഫൈങ് ബ്ലൂ കളർ കാണാൻ പറ്റും. ഈ AC വെൻറ്റുകൾക്ക് ചുറ്റും എല്ലാം അവർ ആ ഇലക്ട്രിഫൈങ് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. കാണാൻ വലിയ കുഴപ്പമില്ല, പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 7 ഇഞ്ചിൻ്റെ ഹർമൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. സെക്കൻഡ് വേരിയൻറ്റ് മുതൽ ഇതിൽ വയർഡ് ആപ്പിൾ കാർപ്ലേയും വയർഡ് ആൻഡ്രോയിഡ് ഓട്ടോയും വരുന്നുണ്ട്. 4 സ്പീക്കർ സെറ്റപ്പാണ്. ഇവിടെ ട്വിറ്ററിനുള്ള പ്രൊവിഷനേ ഉള്ളൂ. ഈ വേരിയൻറ്റിൽ നമുക്ക് ട്വിറ്റർ വരുന്നില്ല. പക്ഷേ സൗണ്ട് ക്വാളിറ്റി എടുത്ത് പറയണം. സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ കിടിലം സൗണ്ട് ക്വാളിറ്റിയാണ്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല, മറിച്ച് നമുക്ക് ആ ഒരു സെൻസറിൻ്റെ ഇൻഡിക്കേഷനാണ് വരുന്നത്. വാഹനം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കാണുന്ന മെട്രിക്സിൽ പച്ച കളർ കത്തും, അത്രയേ ഉള്ളൂ. പിന്നെ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ പാർക്ക് ബ്രേക്ക് എൻഗേജ്, പ്രീ റിലീസ് എന്നുള്ള ആ ഒരു വാണിംഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ HVAC അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ACയുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. ദെൻ സെൻട്രലായിട്ട് വരുമ്പോൾ നമുക്ക് ചാർജർ റിലീസ് ചെയ്യാനുള്ള ബട്ടണും റീജൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ബട്ടൺസ് കാണാം. ബാക്കി 3 ഡമ്മി ബട്ടൺസ് ആണ്. താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് AC ഉണ്ട്. നമുക്ക് ടാറ്റ ടിയാഗോയുടെ ബേസ് വേരിയൻറ്റ് മുതൽ ഓട്ടോമാറ്റിക് AC സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ആദ്യം നോക്കുന്ന ടൈമിൽ ഇത് ഡിസ്പ്ലേ ആണെന്ന് തോന്നുമെങ്കിൽ പിന്നീടാണ് മനസ്സിലാവുന്നത് ഡിസ്പ്ലേ അല്ലെന്ന്. ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു പാനൽ മാത്രമാണ്. താഴോട്ട് വരുമ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഒരു USB പോർട്ട് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഡെപ്ത് ഉള്ളൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഡ്രൈവ് സെലക്ട് അല്ലെങ്കിൽ ഗിയർ സെലക്ട് എന്ന് പറയുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ്. ഇതിന് ചെറിയൊരു ഇല്ലുമിനേഷൻ വരുന്നുണ്ട്. വെയിലടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വെട്ടമുള്ളപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ന്യൂട്രൽ കിടക്കുന്നുണ്ട്. ന്യൂട്രലിൽ മാത്രം ഒരു ഓറഞ്ച് കളറാണ്, ബാക്കി എല്ലാത്തിലും ഒരു വൈറ്റ് കളറാണ് വരുന്നത്.
സെൻട്രലായിട്ട് 2 കുഞ്ഞ് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കുറച്ച് ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതിൻ്റെ ടിപ്പും നമുക്ക് ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത്. കീയോ കോയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിട്ടൊക്കെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഹയർ വേരിയൻസിൽ ഇവിടെ ആയിട്ട് നമുക്ക് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ക്യാരി ഹൂക്കും കാണാൻ പറ്റും. നമുക്കത് നെക്സോൺ മുതലേ കിട്ടുന്നൊരു ഫീച്ചറാണ്. ഇതാണ് ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയണം. സെഗ്മെൻറ്റ് വൈസ് കുറച്ചൊരു അപ്പ് മാർക്കറ്റ് ഫീലുള്ള ഡാഷ്ബോർഡാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി മേക്ക് ചെയ്തേക്കുന്നത്. അതപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു ഗ്ലൗ ബോക്സും ഒരു സോഫ്റ്റ് റിലീസാണ്. സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂളിംഗ് ഫംഗ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് ഉണ്ട്. നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാൻ ഇവിടെ ഒരു സെപ്പറേറ്റ് പ്രൊവിഷനും വരുന്നുണ്ട്. ആ ഒരു സ്വിച്ചും വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. കോ ഡ്രൈവർ വൈസറിൽ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. ഡ്രൈവർ സൈഡ് വൈസറിൽ നമുക്കൊരു ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനായിട്ട് നമുക്ക് റെസിപ്റ്റ്സ് ഒക്കെ വെക്കാനുള്ള ചെറിയൊരു അക്രലിക്കിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. മാനുവലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന IRVയും കൊടുത്തിട്ടുണ്ട്. ക്യാബിൻ ലാമ്പ് നമുക്ക് ഈ ഒരു പോർഷനിലില്ല, സെൻറ്ററിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. സോ വാഹനത്തിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഇത്രയൊക്കെയാണുള്ളത്. ഫ്രണ്ട് സീറ്റുകളുടെ കംഫർട്ടബിലിറ്റി എടുത്ത് പറയണം. ലോങ് ഒക്കെ പോകാൻ 2 പേർക്ക് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സീറ്റിലും ഇരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ആംറസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും റൈറ്റ് ഹാൻഡ് ഡോർ പാഡിൽ വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ദെൻ സീറ്റുകൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. മെറ്റീരിയലും വലിയ കുഴപ്പമില്ല. നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രം ഈ ഒരു ടാറ്റ ടിയാഗോ EVയിൽ ഒരു ലെതറൈറ്റ് സീറ്റുകൾ വരുന്നുണ്ട്. ബാക്കിയുള്ള താഴത്തെ വേരിയൻസിലെല്ലാം ഇത്തരത്തിലൊരു ഫാബ്രിക് സീറ്റാണ് വരുന്നത്. ത്രൂ ഔട്ട് ആ ഒരു ഇലക്ട്രിഫൈങ് ബ്ലൂ കളറിൽ ആ ഒരു ട്രൈസ്റ്റാർ ട്രീറ്റ്മെൻറ്റ് ആ ഒരു സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് നമ്മുടെ ടിയാഗോ EVയിൽ വരുന്നത്. ഇനി നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ടിയാഗോ EV മീഡിയം റേഞ്ച് ഡ്രൈവ് ചെയ്യുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് ജനറേഷൻ നെക്സോൺ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള പവർ ഡെലിവറി ആയിരുന്നു. ആദ്യമായിട്ടൊക്കെ ഒരു സ്പോർട്സ് കാറിൽ കയറുന്ന ഫീല് ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്തൂസിയാസ്റ്റുകളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവാണ്. പക്ഷേ നോർമൽ വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ച് അത് ഒരു അവർക്കൊരു ഡെയിലി ലൈഫ് യൂസിൽ എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉടനെ വണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് അങ്ങ് എക്സ്ട്രീം സ്പീഡിലോട്ട് വണ്ടി പോകുമായിരുന്നു. അതുപോലൊരു പവർ, ഒരു ത്രസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം പുതിയതായിട്ട് വന്ന എല്ലാ EVസിലും അവർ ആ ഒരു പവർ ഡെലിവറിയുടെ ഗ്രാഫ് ഒന്ന് ലീനിയർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന ഫീലാണ്. അതായത് ട്രാൻസ്മിഷൻ ഇല്ല, പക്ഷേ ആ ഒരു പവർ കയറുന്ന അല്ലെങ്കിൽ സ്പീഡ് പിക്കപ്പ് ചെയ്യുന്ന, ആ ഒരു പേസ് പിക്കപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ മാൻലി നൗ. പഴയപോലെ ആ ഒരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ളൊരു പവർ ഡെലിവറിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ കേസിൽ ആകെ 60 bhp പവറേ വരുന്നുള്ളൂ. അത് നമുക്ക് ടോട്ടലി 60 bhp വരുന്നത് ഇത് സ്പോർട്സ് മോഡിലോട്ട് മാറ്റുമ്പോഴാണ്. സ്പോർട്സ് മോഡിലോട്ട് മാറ്റി കാല് കൊടുത്തു കഴിയുമ്പം നമുക്ക് റേഞ്ച് കുറയുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ സ്പീഡൊക്കെ കയറുന്നുണ്ട്. മറ്റേ നോർമൽ ബാക്കിയുള്ള EVs 0 to 100 അച്ചീവ് ചെയ്യുന്നത് പോലെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. എങ്കിലും ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീഡ് വണ്ടി പേസ് പിക്കപ്പ് ചെയ്ത് കയറുന്നുണ്ട്. ഡ്രൈവിലിടുന്ന സമയത്ത് കുറച്ചുകൂടെ സ്ലോവർ ആണ്. നമുക്ക് ആ ഫുൾ 60 bhp പവർ വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡിൽ ഇട്ട് തന്നെ ഓടിക്കണം. പക്ഷേ സ്പോർട്സ് മോഡിൽ വരുമ്പോൾ റേഞ്ചിൽ ക്രമാതീതമായിട്ടുള്ളൊരു കുറവ് വരും. അപ്പോൾ ഇൻ എ റഷ് നിങ്ങൾക്കൊരു സ്ഥലത്തെത്തണം, റേഞ്ചൊക്കെ കടിച്ചു പിടിച്ച് ഓടിക്കുന്ന അവസ്ഥയാണെങ്കിൽ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റില്ല. നമുക്ക് ബ്രേക്കിങ്ങും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഈ പറയുന്ന റേഞ്ച് ആങ്സൈറ്റിയും വണ്ടിയിൽ കിട്ടുന്ന റേഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വണ്ടി ഹാൻഡിൽ ചെയ്യാൻ അത്യാവശ്യം പ്രിറ്റി വെൽ ഡീസൻ്റ് ആണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റിയറിങ്ങിനൊക്കെ അത്യാവശ്യം റെസ്പോൺസീവ്നെസ് ഉണ്ട്. ഒരു EV ആണെങ്കിൽ, ഈ സെഗ്മെൻറ്റിലാണെങ്കിൽ കൂടി സ്റ്റിയറിങ് അത്യാവശ്യം നല്ലതാണ്. ഒരു ഡിസ്കണക്റ്റഡ് ഫീല് വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ദെൻ സ്റ്റിയറിങ് ലാക്സ് സെൻറ്ററിങ് പൊതുവെ ടാറ്റ മഹീന്ദ്ര കാറുകൾക്ക് ഉള്ളതുപോലെ വണ്ടി മേടിച്ചിടം തൊട്ടേ ഇപ്പം ആകെ 400 കിലോമീറ്റർ ഓടിയുള്ളൂ വണ്ടി. അപ്പോഴേക്കും എടുത്തിടം തൊട്ടേ ആ പറയുന്ന സ്റ്റിയറിംഗ് നേരെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വലത്തോട്ടൊരു ചരിവുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിങ് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി വിസിബിലിറ്റി ഒക്കെ അത്യാവശ്യം പക്കയാണ്. വലിയ ഗ്ലാസ് ഏരിയാസ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഹയർ പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നില്ല. വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ ഓൾറെഡി ഹയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊക്കത്തിരുന്ന് ഓടിക്കുന്നൊരു ഫീലുണ്ട്. സോ വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് നമുക്ക് നാരോ ആയിട്ട് ഫീൽ ചെയ്യും. കാര്യം ഇത്രയും ഹൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രൈവിങ്ങിന് കംഫർട്ടബിൾ ആണ്. ലേഡീസ് ആണെങ്കിലും ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈവിങ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ പൊതുവെ EVസിനുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എഞ്ചിൻ ബ്രേക്കിങ്ങിനെക്കാട്ടി കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഈ പറയുന്ന മോട്ടറിന്
ആ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് റീജൻ 3rd ലെവലൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നല്ല ബ്രേക്കിംഗ് ഫീൽ ചെയ്യും. അതുപോലെ നോർമൽ കേസിലാണെങ്കിൽ ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു വാഹനത്തിന് ഇപ്പം റീജൻ ഓഫ് ആണെങ്കിൽ പോലും വരുന്നുണ്ട്. പിന്നെ റീജൻ ഇട്ട് ഓടിക്കുമ്പോൾ ബ്രേക്കിന് ചെറിയൊരു സ്പോഞ്ചിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ആദ്യം ചവിട്ടുമ്പോൾ വണ്ടി നിൽക്കില്ല, കുറച്ച് ഒന്ന് ഒരു എക്സ്റ്റെൻഡ് എത്തി കഴിയുമ്പോഴാണ് വണ്ടി ഫുള്ള് സ്റ്റാൻഡ് സ്റ്റിൽ ആവുന്നത്. അപ്പോൾ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ആദ്യം ഒരു ടെൻഷൻ ഉണ്ട്, കാര്യം എന്താടാ വണ്ടി നിൽക്കാത്തത് എന്നൊരു ടെൻഷൻ ആദ്യം വരും. പക്ഷേ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് അവർ കംഫർട്ടബിൾ ആണ്. സോ വണ്ടി പെതുക്കെ പോയി നിൽക്കത്തുള്ളൂ, മുന്നിലുള്ള വണ്ടിയെ തട്ടാത്ത പക്ഷം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്കിംഗ് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഉണ്ടെന്ന്. എവിടേക്കോ ടാറ്റ അത് പറഞ്ഞിട്ടുണ്ട് ഈ വാഹനം സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് പോസിബിൾ ആണെന്ന്. ബട്ട് ആക്ച്വലി സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഈ വാഹനത്തിൽ ലെവൽ 3 റീജിയൻ ഇട്ടാൽ പോലും പോസിബിൾ അല്ല. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോപ്പ് ആവുന്നുണ്ട് ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോൾ. അറൗണ്ട് ഒരു പെട്ടെന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 to 8 km/h സ്പീഡിലോട്ട് വരുന്നുണ്ട്. പക്ഷേ വണ്ടി ഒരിക്കലും സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലേക്ക് പോകില്ല. കംപ്ലീറ്റ്ലി ഹോൾഡ് എന്നുള്ളത് സിംഗിൾ പെഡൽ ഡ്രൈവിംഗിൽ ഈ വണ്ടി പോസിബിൾ അല്ല. ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. സോ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പിന്നെ റീജൻ 3 അല്ലെങ്കിൽ 4 എന്ന് പറയാം. നമുക്ക് റീജൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. റീജൻ കൂടുന്നതനുസരിച്ച് നമുക്ക് വാഹനത്തിന്റെ റേഞ്ചും മെച്ചപ്പെടുന്നതാണ്. റീജൻ കുറയുമ്പോൾ ഇത് നോർമൽ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നത് പോലെ കൊണ്ട് നടക്കാം. പിന്നെ പൊതുവെ ആദ്യമായിട്ട് EVs എടുത്ത് ഓടിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് റീജനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു പാട്. കാര്യം ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വണ്ടി അങ്ങ് സ്പീഡ് കുറയുന്ന ഒരു ഫീലാണ്, ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ റീജൻ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ലെവൽ 3 റീജൻ എന്ന് പറയുന്നത് സൂപ്പറാണ്. കാര്യം നമുക്ക് ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി കാലെടുക്കേണ്ട ഒരു അവസ്ഥ വരികയില്ല. നോർമൽ കേസിൽ വണ്ടി നിർത്താൻ വേണ്ടി മാത്രം നമുക്ക് കാലെടുത്ത് ബ്രേക്കിൽ ചവിട്ടിയാൽ മതി. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ത്രോട്ടിൽ മാത്രം അല്ലെങ്കിൽ ആക്സിലറേറ്റർ പെഡൽ മാത്രം യൂസ് ചെയ്തിട്ട് ലെവൽ 3 റീജനിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. AC അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള AC ആണ്. പൊതുവെ ടിയാഗോയുടെ AC നല്ല അഭിപ്രായങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. സോ AC അത്യാവശ്യം നല്ല ചിലറാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ഈ വാഹനത്തിന്റെ എടുത്തു വരണ മറ്റൊരു കാര്യമാണ് ഇതിന്റെ കണക്റ്റഡ് കാർ ഫീച്ചർ എന്ന് പറയുന്നത്. ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ഇതിൽ കണക്റ്റഡ് കാർ ഫീച്ചർ വരുന്നുണ്ട്. Z കണക്ട് എന്ന് പറയുന്ന ടാറ്റയുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. ഈ വാഹനത്തിൽ eSIM ഉണ്ട്, ജിയോ ഫെൻസിങ് വരുന്നുണ്ട്, റിമോട്ടായിട്ട് നമുക്ക് AC ഓൺ ആക്കാൻ പറ്റും, ഹസാർഡ് ലാമ്പ് ഓൺ ചെയ്യാം, ദെൻ വണ്ടി ലോക്ക് ചെയ്യാം, ഹോൺ അടിക്കാം, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ദെൻ വണ്ടി എവിടെയെങ്കിലും ചാർജിലിടുമ്പോൾ എത്ര നേരത്തിനുള്ളിൽ ചാർജ് ആവും, എത്ര % ചാർജ് ഉണ്ട്, അതുപോലെ ചാർജ് ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, വാഹനത്തിൽ എത്ര % ബാറ്ററി റിമെയിൻ ചെയ്യുന്നുണ്ട്, എത്ര റേഞ്ചാണ് ഇനി വാഹനത്തിന് കിട്ടുന്നത്, ദെൻ വണ്ടിയുടെ ഫുൾ ഡയഗ്നോസിസ്, അതായത് വണ്ടിയുടെ എല്ലാ സിസ്റ്റവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന ഡയഗ്നോസിസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ eSIM റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ആപ്പ് ദുർബലമായി പോകും. പക്ഷേ നമ്മുടെ നോർമൽ യൂസർ സിനേറിയോയിൽ ഈ പറഞ്ഞ ആപ്പ് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് ആപ്പിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതും അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സെക്കൻഡ് വേരിയന്റ് മുതൽ ഇത്രയും നല്ലൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹർമന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. പോരാത്തതിന് നമുക്ക് വയേർഡ് ആപ്പിൾ കാർപ്ലേയും വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോയും വരുന്നുണ്ട്. ആക്ച്വലി EVസിൽ ഈ പറയുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ പല ട്രിപ്പുകൾ പോകുന്ന സമയത്തും പോകുന്ന ഡിസ്റ്റൻസ് വണ്ടിയുടെ റേഞ്ചും വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫോണിൽ മാപ്പ് നോക്കുന്നതിന് പകരം ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ മാപ്പ് നോക്കി പോകുന്നത് വളരെ കംഫർട്ടബിൾ ആണ്. ഹോൺ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ വാഹനത്തിൽ അക്സസറീസ് ഒന്നും ചെയ്യുന്നത് ബ്രാൻഡും ഷോറൂം ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല EV ആയതുകൊണ്ട് തന്നെ. എസ്പെഷ്യലി ഇപ്പം ബേസ് വേരിയൻ്റ് അടുത്ത് സെൻട്രൽ ലോക്കിംഗ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒന്നും വെക്കാൻ അവർ അനുവദിക്കുന്നില്ല. EV ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാനും തിരക്കാൻ പോയിട്ടില്ല. സോ ഹോൺ ഒരു മീക്ക് സൗണ്ടുള്ളൊരു ഹോണാണ്. വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഓവറായിട്ട് സൗണ്ട് കുറവുള്ളതായിട്ട് അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഫീലും ഈ ഒരു ഹോൺ തരുന്നില്ല. ഹെഡ് ലാംപ്സിലേക്കൊക്കെ വരുമ്പോൾ രാത്രി അത്യാവശ്യം നല്ല ത്രോ ഉള്ള ഹെഡ് ലാംപ്സ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് വൈപ്പേഴ്സും അത്യാവശ്യം നല്ല സ്പ്രേയും അതുപോലെ നല്ല ക്ലീനിങ് ഓഫർ ചെയ്യുന്ന വൈപ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ORVMസിൻ്റെ കാര്യം എടുത്തു പറയണം. ചെറിയ വണ്ടിയാണെങ്കിൽ പോലും വലിയ ORVMs ആണ് കൊടുത്തേക്കുന്നത്. സോ റിയറിലെ വിസിബിലിറ്റി എന്ന് പറയുന്നത് പക്കയാണ്. ഈ വിൻഡോ ഏരിയയും വലുതാണ്, ORVM വലുതായതുകൊണ്ട് തന്നെ വണ്ടിയുടെ വിസിബിലിറ്റി നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ആ ഒരു കിട്ടുന്നൊരു കംഫർട്ടബിൾ ഫീൽ എന്ന് പറയുന്നത് വലുതാണ്. പിന്നെ റിവേഴ്സ് ക്യാമറ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പല കൺഫൈൻഡ് സ്പേസിൽ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈസ് വൈസ് ഇത്രയും ഫീച്ചേഴ്സ് തന്നതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ലെന്ന് കരുതാവുന്നതേ ഉള്ളൂ. പിന്നെ EVയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ EV എടുത്തു അല്ലെങ്കിൽ EVയിൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എത്ര കിട്ടും, റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്, എത്ര റേഞ്ച് കിട്ടും എന്നുള്ളത്. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ വാഹനത്തിൽ കമ്പനി 250 ആണ് ARAI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ MIDയിൽ ഫുൾ ചാർജിൽ മാക്സിമം 220 വരെ കണ്ടങ്ങാണ്ട് കാണിച്ചിട്ടുണ്ട്. അത് ഒക്കെ കിട്ടും നമ്മൾ വളരെ സോഫ്റ്റ് ത്രോട്ടിൽ
ലെവൽ 3 റീജിയനിൽ AC ഒക്കെ ഓഫ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു 200-ൻ്റെ അടുത്തൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നോർമൽ കേസ് സിനറിയോയിൽ നിങ്ങളൊരു 160 കണക്കാക്കിയാൽ മതി. ഒരുപാട് കാലം എടുത്ത് സ്പോർട്സ് മോഡിൽ ഇട്ട് റീജിയൻ ഓഫ് ചെയ്ത് നല്ല രീതിയിൽ ത്രോട്ടിൽ കൊടുത്ത് പോവുകയാണെങ്കിൽ 140-150 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഓടിക്കുകയാണ്, ത്രോട്ടിൽ കൺട്രോളുള്ള ഒരാൾക്ക് EVയിൽ റേഞ്ച് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നോർമൽ കാർ ഡ്രൈവിംഗ് പോലെ തന്നെ ഇതും ഒരു കലയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് നല്ല ത്രോട്ടിൽ കൺട്രോളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ റേഞ്ച് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ വാഹനത്തിന് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കി ഓടിക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന മോട്ടറിൻ്റെ RPM നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രാഫ് പോലെ അറിയാൻ പറ്റും, അതുപോലെ റീജിയനും അറിയാൻ പറ്റും. അതും നോക്കി ദെൻ എഫിഷ്യൻസി എത്ര ഉണ്ടെന്ന് നമുക്ക് നോർമലി പെട്രോൾ കാർസിൽ അല്ലെങ്കിൽ ഡീസൽ കാർസിൽ 1 ലിറ്ററിന് എത്ര കിലോമീറ്റർ പോകുന്നതാണ് നമ്മൾ എഫിഷ്യൻസി പറയാറ് അല്ലെങ്കിൽ മൈലേജ് പറയാറ്. എന്നാൽ ഇവിടെ നമുക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര വാട്ട് അവർ വേണമെന്നാണ് ഈ ഒരു മേഡിയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള റേഞ്ച് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ വാഹനം ഞാൻ 100% ചാർജിലാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തത്. അതിനുശേഷം ഇപ്പോൾ 46 കിലോമീറ്ററിന് മേളിൽ സഞ്ചരിച്ചു. 73% ചാർജ് ഇനി ബാലൻസ് ഉണ്ട്. റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത് 147 ആണ്. ദെൻ AC ഇപ്പോൾ ഓണാണ്. ഞാൻ ഇടയ്ക്ക് AC ഓൺ ഓഫ് ആക്കിയിട്ടൊക്കെയാണ് ഓടിച്ചത് റേഞ്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ അറൗണ്ട് ഒരു 190ഓളം നമുക്കിപ്പോൾ റേഞ്ച് ഈ വാഹനത്തിൽ അവശേഷിക്കുന്നുണ്ട്. അറൗണ്ട് 27% ചാർജിൽ നമുക്ക് 47 കിലോമീറ്റർ സഞ്ചരിക്കാനും പറ്റിയിട്ടുണ്ട്. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് എനിക്ക് ഇപ്പോൾ ഈ വാഹനത്തിന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു 120-140 എക്സ്പെക്ട് ചെയ്തിട്ടാണ് വണ്ടി എടുത്തത്. ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഈ വണ്ടിയിൽ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ കസിൻ ബ്രദറും കൂടെ ഞങ്ങൾ 3 പേര് കോഴിക്കോട് പോകുന്നുണ്ട്. കൊല്ലത്തുനിന്ന് നമുക്ക് ഇവിടെ അറൗണ്ട് ഒരു 300 കിലോമീറ്റർ വൺ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി വ്ളോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ എക്സ്പീരിയൻസ്, അതായത് എങ്ങനെ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നു, എവിടെ നിന്നൊക്കെ ചാർജ് ചെയ്യുന്നു, ചാർജിങ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, EV പോയപ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എല്ലാം കൂടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഈ ആഴ്ച തന്നെ പബ്ലിഷ് ചെയ്യാം. സോ താല്പര്യമുള്ളവർക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ വാഹനം നമുക്ക് വീട്ടിൽ ഹൗസ് ഹോൾഡ് ചാർജിങ്ങിൽ അറൗണ്ട് 7 മണിക്ക് 8 മണിക്കൂർ കണ്ടാന്ന് തോന്നുന്നു ഫുൾ ചാർജിന് പറയുന്നത്. ഞാൻ വായിച്ചത് കറക്റ്റ് ആണെങ്കിൽ 18 കിലോ വാട്ട്സിലും കണ്ടാണ് ഈ ഒരു വാഹനം നമുക്ക് ചാർജ് ആകുന്നത്. സോ CCS2 ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഫാസ്റ്റ് ചാർജിങ് ഉള്ള സ്റ്റേഷൻസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു മണിക്കൂറിന് കൊണ്ട് 0 to 8 ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഇതുവരെ ഈ വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ന് രാത്രിയും നാളെയും ആയിട്ട് ഒരുപാട് ഫാസ്റ്റ് ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിൻ്റെ എക്സ്പീരിയൻസും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കേരളത്തിൽ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഗോയിസിയാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഓഫ് ചാർജേഴ്സ് കേരളത്തിൽ ഗോയിസിൽ അവൈലബിൾ ആണ്. പല ലൊക്കേഷൻസിലും ഇപ്പോൾ പുതുതായിട്ടും വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ചാർജിങ് ഒരു യൂണിറ്റിന് ഗോയിസിൽ ചാർജ് ആവുന്ന റേറ്റും ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ KSEBിയുടെ ഓൾമോസ്റ്റ് പല ചാർജിങ് സ്റ്റേഷൻസും ചത്ത് കിടക്കുകയാണ്. പലയിടത്തും CCS2 ഗണ്ണ് അല്ലെങ്കിൽ Type 2 ഗണ്ണെല്ലാം കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആയിരിക്കും. ബാക്കി GBT ചാർജസ് മാത്രമായിരിക്കും പലപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ KSEBിയുടേത് ഇപ്പം ഞാൻ നോക്കിയതിലൊരു 80%-ഓളവും ഇപ്പം സംഭവം വർക്കിംഗ് അല്ല. അപ്പോൾ ഒന്നേ ഗോയിസ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ ചാർജ് മോഡ് ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന KSEB അല്ലാതെ തന്നെ വേറെ കുറേ ചാർജേഴ്സ് ഉണ്ട്. ദെൻ സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് പുതുതായിട്ട് കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 യൂസ് ചെയ്ത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഇപ്പം വാഹനം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്. പിന്നെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഈ പറയുന്ന വാൾ ബോക്സ് ചാർജർ കൂടെ കൊണ്ട് നടക്കുക. കാര്യം ഒരു പരിപാടി നടന്നില്ലെങ്കിൽ നമുക്ക് KSEBിയുടെ പോസ്റ്റിലെങ്കിലും കുത്തിയിട്ട് റെഗുലർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചാർജർ വീട്ടിൽ വെച്ചിട്ട് എവിടെയും പോകരുത്. ഒരു അത്യാവശ്യ ഘട്ടത്തിന് ആ ചാർജർ മാത്രമേ നിങ്ങളുടെ കൂടെ കാണത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും വണ്ടിയിൽ തന്നെ വെച്ചേക്കാം. പിന്നീട് സേഫ്റ്റി സൈഡിലോട്ട് വരുമ്പോൾ ഈ വാഹനം ഗ്ലോബൽ എൻഗ്യാപ്പിൽ 4 സ്റ്റാർ സേഫ്റ്റി കിട്ടിയ ഒരു വാഹനമാണ്. പൊതുവെ ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും അവരെങ്ങനെയും വണ്ടി തലകുത്തി മറിഞ്ഞിട്ടാണെങ്കിലും വണ്ടി കംപ്ലീറ്റ്ലി നശിച്ചിട്ടാണെങ്കിലും റോൾ ഓവർ ചെയ്തിട്ടാണെങ്കിലും അവരെങ്ങനെയും സ്റ്റാറുകൾ വാങ്ങിച്ച് കൂട്ടാറുണ്ട്. സോ ഈ വണ്ടിക്ക് 4 സ്റ്റാർ ഉണ്ട്. പിന്നെ 2 എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. ABS CVD തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ദെൻ ഹിൽ ഹോൾഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ചില വണ്ടിയിൽ എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ തോന്നും ഹിൽ ഹോൾഡ് ഉണ്ടെന്ന്, ചിലപ്പോൾ ഓടിക്കുമ്പോൾ ഒരു ഇച്ചിരി പുറകോട്ടൊന്ന് റോൾ ഓവർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ വിശദാംശം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടല്ലോ എന്നിട്ടേക്ക് ഈ വണ്ടി ഹിൽ ഹോൾഡ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ വേരിയൻറ്റിൽ ഇല്ലാത്തതാണോ എന്നുള്ളത്. നമ്മുടെ ഇപ്പം ഡെയിലി പർപ്പസിൽ ഈ വണ്ടി അത്യാവശ്യം ബെനിഫിഷ്യലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ പാരാമീറ്റേഴ്സൊക്കെ നോക്കി, അതായത് എഫിഷ്യൻസിയും ദെൻ ഈ പറയുന്ന മോട്ടറിൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം നോക്കി ഒരു സോഫ്റ്റ് ത്രോട്ടിലൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫിഷ്യൻസി നമുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ട് ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം വണ്ടി എടുത്തിട്ട് ഈ ചൊവ്വാഴ്ചയാണ് വണ്ടി എടുത്തത്. ഇപ്പം തന്നെ അറൗണ്ട് എത്രയായി
518 കിലോമീറ്റർ ഓടി. ഈ വരുന്ന ചൊവ്വാഴ്ച ആകുമ്പോൾ വണ്ടി എടുത്തിട്ട് കറക്റ്റ് ഒരാഴ്ചയാവും, അറൗണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മോർ ദാൻ 1000 കിലോമീറ്റേഴ്സ് ഈ വണ്ടി ക്ലോക്ക് ചെയ്യും. സോ EV എടുക്കാൻ പോകുന്നവരോട് നിങ്ങൾ ഇത്രയും പ്രൈസ് കൊടുത്ത് EV എടുക്കുമ്പോൾ നിങ്ങൾ ഈ എക്സ്ട്രാ ബാറ്ററിക്ക് കൊടുത്ത പൈസ ഈ പറയുന്ന വാഹനത്തിൻ്റെ ഫ്യൂവൽ കോസ്റ്റിലും അതുപോലെ സർവീസ് കോസ്റ്റിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്. ഒരു 4-5 കൊല്ലം കൊണ്ട് എങ്ങനെയും 1 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഓടണം. നമുക്ക് ഈ വണ്ടിക്ക് വാറണ്ടി വരുന്നത് ബാറ്ററിക്ക് 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ്. അപ്പോൾ അതിനുള്ളിൽ വണ്ടി ഓടിച്ച് നിങ്ങൾ എക്സ്ട്രാ ചിലവാക്കിയ പൈസ എണ്ണക്കാശിൻ്റെ ലാഭത്തിൽ നിങ്ങൾ ലാഭിച്ചേ പറ്റത്തുള്ളൂ. അത്തരത്തിൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ പ്ലാൻ ചെയ്യുക. പിന്നെ വാഹനത്തിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് റിവ്യൂസ് നമുക്ക് അധികം വൈകാതെ തന്നെ ചെയ്യാം. സോ വണ്ടി ഒന്ന് ഓടിച്ചൊന്ന് ഒരു 12,000 കിലോമീറ്റർ ആവട്ടെ, അതിനുശേഷം നമുക്കൊരു യൂസർ റിവ്യൂ ചെയ്യാം. സോ വീഡിയോ നമ്മളോട് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വാഹന ശേഷം നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.